കുറച്ച് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ടായി BNB വാലറ്റിൻ്റെ സെയിം അഡ്രസ്സ് വരുന്ന ബിലോ വാലറ്റ് അല്ലെങ്കിൽ BFICയുടെ വാലറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം രണ്ടും നമുക്ക് ടോക്കൺ പോക്കറ്റിൽ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് BNB വാലറ്റ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മറ്റ് വാലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രൈവറ്റ് കീ ഉണ്ടാക്കി വെച്ചേക്കണ വാലറ്റിൻ്റെ പ്രൈവറ്റ് കീ എടുക്കണം. നമ്മളിവിടെ പ്രൈവറ്റ് കീ വെച്ചിട്ടായിരിക്കില്ല ചെയ്തേക്കണത്. നമ്മളിവിടെ ചെയ്തേക്കണത് എന്ത് വെച്ചിട്ടായിരിക്കും, 12 പേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ഇതിൻ്റെ പ്രൈവറ്റ് കീ എടുക്കണം. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ എക്സ്പോർട്ട് പ്രൈവറ്റ് കീ അവിടെ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. ഇവിടെ ബാക്കപ്പ് മെത്തേഡൊക്കെ കാണാം. നമുക്ക് അവിടെ പ്രൈവറ്റ് കീയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പാസ്വേഡ് അടിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് കീ അവിടെ കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ഇത് കൺഫേം ചെയ്ത് പാസ്വേഡ് അടിച്ച് കൺഫേം ചെയ്ത് അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ചോദിക്കും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കത് കോപ്പി ആയിട്ടുണ്ടാവും. അത് നമുക്ക് ആ പ്രൈവറ്റ് കീ എടുത്തിട്ട് തിരിച്ച് വാട്സപ്പിലൊക്കെ സേവ് ചെയ്ത് വയ്ക്കാം, നമ്മുടെ ഇതിൻ്റെ പ്രൈവറ്റ് കീ. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് കീ ആണ് നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും എളുപ്പം. മറ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകാനും ഇപ്പം മെറ്റാമാസ്കിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സേഫ് പാളിയിൽ പോയിട്ട് ഇവിടുത്തെ വാലറ്റ് അവിടെ കോപ്പി ചെയ്യണമെങ്കിലൊക്കെ പ്രൈവറ്റ് കീ ആണ് നമുക്ക് എളുപ്പം. ഓക്കെ, അപ്പോൾ അത് കോപ്പി ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇവിടെ വരാം. പിന്നെ അടുത്ത വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ അത് ടോക്കണാണ്. വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മുകളിലൊരു ചിഹ്നം കാണാം, കണ്ടില്ലേ ഇവിടെ മുകളിൽ വാലറ്റ് പ്ലസ് എന്ന് പറഞ്ഞ ചിഹ്നം, അതിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ അടിയിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ആഡ് കസ്റ്റം ടോക്കൺ കാണാം. ഞാൻ ഓൾറെഡി BFC ആഡ് ചെയ്തുകൊണ്ടാണ് അവിടെ BFC കാണുന്നത്. അപ്പോൾ ആഡ് കസ്റ്റം ടോക്കണിൽ പോയിട്ട് വീണ്ടും ആഡ് കസ്റ്റം ടോക്കൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതേറിയം സീരീസ് നെറ്റ്വർക്ക് നെയിം നമ്മൾ എന്ത് കൊടുക്കും, BFIC മെയിൻനെറ്റ് അല്ലേ, BFIC മെയിൻനെറ്റ് കൊടുക്കുക. അത് MNET. ഓക്കെ, അത് നിങ്ങൾ കൊടുത്താൽ മതി. ഞാനത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. RPC അത് നമ്മൾ കോപ്പി ചെയ്യുക. RPC എങ്ങനെയാണ് കോപ്പി ചെയ്യണം, നമ്മുടെ വാലറ്റിൽ അത് തന്നിട്ടുണ്ട് അല്ലേ. മൈ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് ഞാനത് ഫോർവേഡ് ചെയ്തത്, എവിടെയും ഫോർവേഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാം. യെസ് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ ചെയിൻ ID ഉണ്ട്, സിമ്പലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ RPC URL ഇത് ജസ്റ്റ് ഇതിനെ വേണ്ട കോപ്പി ലിങ്ക് ഇങ്ങനെ തന്നെ എടുക്കാം നമുക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കൊണ്ടുവന്നിട്ടത് അവിടെ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ചെയിൻ IDയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ ID വന്നു. അത് നമുക്ക് ഇടേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഡിഫാൾട്ട് ടോക്കൺ BFIC തന്നെ കൊടുക്കാം. ഓക്കെ, BFIC അത് തന്നെ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ബ്രൗസർ വേണം അല്ലേ, ഓപ്ഷനിലാണ് നല്ലത് കൊടുക്കുക. അത് വീണ്ടും ഇവിടെ വരെ കണ്ടില്ല എക്സ്പ്ലോറർ ഏറ്റവും അടിയിലുള്ളത് ഇവിടെ കണ്ടില്ല, ഇതാണ് എക്സ്പ്ലോറർ. അപ്പോൾ അതും നമുക്ക് കോപ്പി ലിങ്ക് എടുക്കാം. ഇതേപോലെ ഇവിടെ കൊടുക്കുക, കണ്ടില്ലേ ഏറ്റവും അടിയിൽ കൊടുത്ത് അതും കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കിവിടെ കാണാൻ പറ്റും. തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ ഇത് കാണാൻ പറ്റും. സോറി, ഇവിടെ നിന്നല്ല ചെയ്യേണ്ടത്, മോളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് BFICയുടെ മെയിൻനെറ്റ് കാണാൻ പറ്റും അല്ലേ. സോറി, വാലറ്റ് ഈ ഇതിലാണ് ചെയ്യേണ്ടത്. വാലറ്റ് പ്ലസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് BFIC ഇങ്ങനെ കാണാം. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് വാലറ്റ് എന്താ ചെയ്യേണ്ടത്, ക്രിയേറ്റ് വാലറ്റ് അല്ല കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് വാലറ്റ് എടുക്കുക. ഇവിടെ പ്രൈവറ്റ് കീ സെലക്ട് ചെയ്യുക, കണ്ടില്ല പ്രൈവറ്റ് കീ കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തില്ലേ ഈ നമ്മുടെ ഈ BNB വാലറ്റിൻ്റെ പ്രൈവറ്റ് കീ ഞാൻ കോപ്പി ചെയ്തിട്ട് അടിയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോർ ചെയ്ത്. അത് തന്നെ എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഇമ്പോർട്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് റെഡിയാവും. അപ്പോൾ നമുക്ക് ആ വാലറ്റ് എവിടെ കാണാൻ പറ്റും,
നമുക്കിവിടെ ഇവിടെ മുകളിൽ 3 വരയുണ്ടല്ലോ, അപ്പോൾ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ BNB വാലറ്റിൻ്റെ 2-3 കാണാൻ നിങ്ങൾക്ക് ഇവിടെ അടിയിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഈ ഇതിൻ്റെ അടിയിലായിട്ട് BNB വാലറ്റിന് ഇപ്പോൾ തെളിച്ചിട്ടേക്കണത്. ഇനി പോളിഗൺ വേണമെങ്കിൽ പോളിഗൺ വരും. ഇപ്പോൾ നമ്മൾ EVM ആണ് കണ്ടില്ലേ, ഇതേറിയ വാലറ്റിലാണ് നമ്മളിത് BFSC. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്ത് ഈ ചിഹ്നത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BFSC ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് ഇവിടെ കാണാം കണ്ടില്ലേ. അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി BFSC വന്നു. അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് കസ്റ്റം ടോക്കൺ ആഡ് ചെയ്യണം അല്ലേ. നമ്മുടെ BFSC മാത്രമേ അതിനകത്തുള്ളൂ. ഇപ്പോൾ BLOG ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റം ടോക്കൺ എടുക്കാം. അപ്പോൾ ഇവിടെ ആഡ് മുകളിൽ കണ്ടില്ല, ആഡ് ടോക്കൺ എന്നാണ്. ഇവിടെ കസ്റ്റം ടോക്കൺ വന്നു, ഇവിടെ മുകളിൽ ആഡ് ടോക്കൺ വന്നു. അപ്പോൾ നമ്മളവിടെ അത് ടച്ച് ചെയ്ത് കണ്ട. അപ്പോൾ ഇൻപുട്ട് കോൺട്രാക്റ്റ് അത് ഞാനിന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് എടുക്കാം. കണ്ടില്ലേ, ഇതാണ് ഓൾഡ് BLOGൻ്റെ കോൺട്രാക്റ്റ്. അതായത് നമ്മളൊക്കെ ലവ് വാലറ്റിൽ ഒരുപാട് വെച്ചിട്ടില്ലേ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ കോൺട്രാക്റ്റാണത്. അതുകൊണ്ടൊന്ന് ഞാനിവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് സിമ്പലൊക്കെ ചോദിക്കുന്നുണ്ട്, ഡെസിമൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സിമ്പലിൻ്റെ അടിയിൽ ഇൻപുട്ട് കണ്ടില്ല, അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കറങ്ങി അത് ഓട്ടോമാറ്റിക്കലി BLOG വന്നു, ഡെസിമൽ വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ BLOG നമ്മുടെ ഇവിടെ ആഡായി കണ്ടില്ലേ. ഇനി നമ്മുടെ വാലറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ BLOG അവിടെ ഉണ്ടാവും കണ്ടില്ലേ. ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് റിസീവ് അഡ്രസ്സ്. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടേക്ക് നമുക്ക് ആവശ്യത്തിന് എന്തയച്ചു കൊടുക്കാം, BLOG അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ BLOGൻ്റെ മെയിൻ നെറ്റ്. സെയിം നമ്മുടെ BNB വാലറ്റിൻ്റെ പ്രൈവറ്റ് കീയിൽ ആഡ് ചെയ്യണ വിധം. അപ്പോൾ എല്ലാവരും ഇത് 1-2 തവണ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ഡൗൺലൈനൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ.